എന്തുകൊണ്ടാണ് സൈൻ 90 ഡിഗ്രി 1 ആയത്? നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുകയാണ്. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നൊക്കെ നിങ്ങൾക്കറിയാലോ. ഏതെങ്കിലും ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ഒരു ആംഗിൾ എ എന്ന് വിളിക്കുകയാണ് ഈ ആംഗിൾ. ഓക്കെ, അപ്പോൾ സൈൻ എ എന്താണ്? എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ സൈൻ 90 സൈൻ എ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ എയിനെ 90 ഡിഗ്രി ആക്കണം. ഞാൻ ഈ എയിനെ 90 ഡിഗ്രി ആക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഇതിനെ പതിയെ മൂവ് ചെയ്യാണ്. അങ്ങനെ പതിയെ മൂവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കാണാം ആംഗിൾ കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ ഇത്ര ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പുഷ് ചെയ്യും തോറും ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത് കുറയുന്നു, ആംഗിൾ കൂടിക്കൂടി വരുന്നു. ആൻഡ് ലാസ്റ്റ് ആ ഹൈപ്പോട്ടന്യൂസ് ചെറുതായി ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ എന്താ സംഭവിക്കുക? 90 ഡിഗ്രി ആയി ആംഗിൾ അല്ലേ? ഹൈപ്പോട്ടന്യൂസും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും സെയിമായി അല്ലേ? ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും സെയിമായി. ഇങ്ങനെ വെച്ചപ്പോൾ ഹൈപ്പോട്ടന്യൂസ് വലുതായിക്കൊണ്ടിരിക്കുന്നു. സോ അറ്റ് ദ എൻഡ് ആംഗിൾ 90 ഡിഗ്രി ആയി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും സെയിമായി. സോ സെയിം നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്തായാലും 1 അല്ലേ? അപ്പോൾ എന്താ പറയുക? ഈ സൈൻ എ എന്നുള്ളത് ഈ എ ഞാൻ 90 ആക്കി. അപ്പോൾ സൈൻ 90 ഈക്വൽസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ലെങ്ത്തും സെയിം ആകും. സോ സെയിം ആകും അല്ലേ? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തന്നെ എഴുതിയാലും മതി. ഇപ്പോൾ രണ്ടും സെയിം ആകും. സോ 1 ആകും. അതുകൊണ്ടാണ് സൈൻ 90 ഡിഗ്രി ഈക്വൽ ടു 1.